വൈകുന്നേരം ഏകദേശം 7 മണിയോടുകൂടി പള്ളിക്ക് സമീപമുള്ള സ്കൂളിന്റെ ഗേറ്റിന് സമീപത്തേക്ക് രാമകൃഷ്ണൻ എന്നൊരു വ്യക്തി എത്തി. ആ സമയത്ത് അയാളെ അവിടെ കണ്ട് സംശയം തോന്നിയ സെക്യൂരിറ്റി കാര്യം അന്വേഷിച്ചപ്പോഴായിരുന്നു ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിപ്പിക്കുന്ന മീനാക്ഷി ടീച്ചർ സ്കൂൾ വിട്ട് 7 മണിയായിട്ടും വീട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഭർത്താവ് രാമകൃഷ്ണൻ സെക്യൂരിറ്റിയോട് പറയുന്നത്. വൈകുന്നേരം 5 മണിയോടുകൂടി തന്നെ തന്റെ സ്കൂട്ടറിൽ ടീച്ചർ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുണ്ടെന്ന് സെക്യൂരിറ്റി രാമകൃഷ്ണനെ അറിയിച്ചു. 5 മണിക്ക് സ്കൂളിൽ നിന്നിറങ്ങിയാൽ 5:40 ടീച്ചർ വീട്ടിലെത്തേണ്ടതാണ്. ടീച്ചർ സ്കൂളിൽ നിന്നിറങ്ങിയ വഴിയിലൂടെ തന്നെ ഭർത്താവും ഒന്ന് സഞ്ചരിച്ചു നോക്കി. 5:15 സമീപത്തുള്ള റെയിൽവേ ക്രോസിന് സമീപത്തേക്ക് ടീച്ചർ എത്താറുണ്ട്. റെയിൽവേ ക്രോസിന് സമീപത്തുള്ള കടകളിൽ അന്വേഷിച്ചപ്പോൾ 5:15 ടീച്ചറെ അവിടെ വെച്ച് പലരും കണ്ടതായി ഭർത്താവ് രാമകൃഷ്ണനോട് പറഞ്ഞു. റെയിൽവേ ക്രോസ് കഴിഞ്ഞതിന് ശേഷമുള്ള കടകളിൽ തിരക്കിയപ്പോഴും ടീച്ചറെ അവരൊക്കെ കണ്ടതായി അയാളെ അറിയിച്ചു. 5:30 മണിയോടടുപ്പിച്ച് തന്നെ മീനാക്ഷി ടീച്ചർ ആ ഭാഗത്തൊക്കെ എത്തിയിട്ടുണ്ടെന്ന് ഭർത്താവിന് മനസ്സിലായി. ആ കടയുടെ സമീപത്ത് നിന്നും 10 മിനിറ്റ് കൂടി വണ്ടി ഓടിച്ചാൽ വീട്ടിലേക്ക് എത്താവുന്നതാണ്. ആ 10 മിനിറ്റ് ദൂരത്തിനിടയിൽ ടീച്ചർക്ക് എന്ത് സംഭവിച്ചു കാണുമെന്ന് രാമകൃഷ്ണന് സംശയം തോന്നി. ഒരുപക്ഷെ മറ്റെവിടെയെങ്കിലും കയറിയതിനു ശേഷം ടീച്ചർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് കരുതി രാമകൃഷ്ണൻ അതിവേഗതയിൽ വീട്ടിലേക്കെത്തി. എന്നാൽ മീനാക്ഷി ടീച്ചറെ വീട്ടിലെങ്ങും കണ്ടെത്താൻ രാമകൃഷ്ണന് കഴിഞ്ഞില്ല. ടീച്ചർ വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി രാമകൃഷ്ണൻ തനിക്ക് പരിചയമുള്ള വ്യക്തികളെയൊക്കെ വിളിച്ച് മീനാക്ഷി ടീച്ചറെ അന്വേഷിച്ചു. ബന്ധുക്കളുടെ ആരുടെയും വീട്ടിലെത്തിയിട്ടില്ല എന്ന് മനസ്സിലായ നിമിഷത്തിൽ തന്നെ രാമകൃഷ്ണനും സുഹൃത്തുക്കളും അയൽവാസികളും ഒക്കെ ചേർന്ന് മീനാക്ഷി ടീച്ചറെ ആ പ്രദേശത്തൊക്കെ അന്വേഷിച്ചു. ടീച്ചർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ വീട്ടിൽ വരെ അന്വേഷണവുമായി എത്തി. സമയം വൈകുന്തോറും രാമകൃഷ്ണന് ഭയം കൂടി വന്നു. പിന്നീട് അധികം വെച്ച് താമസിപ്പിക്കാതെ തന്നെ സമീപത്തുള്ള സ്റ്റേഷനിൽ പരാതിയുമായി രാമകൃഷ്ണൻ എത്തി. രാമകൃഷ്ണനോടും സുഹൃത്തുക്കളോടും പല കാര്യങ്ങളും പോലീസുകാർ ചോദിച്ചു. അധികം വീടുകളിലോ സുഹൃത്തുക്കളുടെ വീടുകളിലോ ഒന്നും പോകുന്ന ശീലം മീനാക്ഷി ടീച്ചർക്കില്ല. സ്കൂള് വിട്ടാൽ വീട്ടിലേക്ക് തന്നെയാണ് എത്താറുള്ളത്. ആ സമയത്തായിരുന്നു പോലീസുകാർക്ക് ഒരു സംശയം തോന്നിയത്. അതീവ സുന്ദരിയായ മീനാക്ഷി ടീച്ചർക്ക് ആരോടെങ്കിലും അടുപ്പമുണ്ടായിരുന്നെങ്കിൽ അവരാർക്കെങ്കിലും ഒപ്പം ഒളിച്ചോടിപ്പോകാൻ ഒരു സാധ്യത ഉണ്ടായിരിക്കുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. എന്നാൽ പോലീസിന്റെ ആ സംശയത്തിന് എല്ലാ ആളുകളും ഒരേ സ്വരത്തിൽ തന്നെയാണ് മറുപടി പറഞ്ഞത്. ടീച്ചർ അത്തരക്കാരിയല്ല. തീർത്തും നല്ല സ്വഭാവമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമ കൂടിയായിരുന്നു മീനാക്ഷി ടീച്ചർ. അതുകൊണ്ട് അങ്ങനെ ഒരു സംശയം തങ്ങൾക്കാർക്കുമില്ല എന്നും അത്തരത്തിൽ പോലീസുകാരും സംശയിക്കേണ്ടതില്ല എന്നും മീനാക്ഷിയുടെ ഭർത്താവ് ഉൾപ്പെടെ പോലീസുകാരോട് പറഞ്ഞു. പരാതി ഫയലിൽ സ്വീകരിച്ച പോലീസ് സംഘം അന്വേഷണത്തിന് ഉത്തരവിട്ടു. തൊട്ടടുത്ത ദിവസം തന്നെ SI ഉൾപ്പെടുന്ന സംഘം സ്കൂളിലെത്തി ഒരു അന്വേഷണം നടത്തി. സ്കൂളിൽ നിന്നും 5 മണിയോടുകൂടി ടീച്ചർ വീട്ടിലേക്ക് പോയി എന്നാണ് പോലീസുകാർക്ക് കിട്ടിയ വിവരം. ടീച്ചർ സഞ്ചരിച്ചിട്ടുള്ള വഴിയിലൂടെ പോലീസ് സംഘം ഒരു അന്വേഷണം നടത്തിയപ്പോൾ 5:15 ലെവൽ ക്രോസിന് സമീപത്ത് ടീച്ചറെ കണ്ടതായി ചില കടക്കാരൊക്കെ പോലീസിന് മൊഴി നൽകി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ എല്ലാ ദിവസവും രാമകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി മീനാക്ഷി ടീച്ചറെ കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നത് പതിവാക്കി. പോലീസ് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഒരു ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും രാമകൃഷ്ണനെ തേടി ഒരു ഫോൺ കോൾ എത്തിയത്. മീനാക്ഷി ടീച്ചറുടേതെന്ന് തോന്നിക്കുന്ന ഒരു മൃതദേഹം കണ്ടുകിട്ടിയിട്ടുണ്ടെന്നും രാമകൃഷ്ണൻ എത്രയും വേഗം തന്നെ സ്റ്റേഷനിലേക്ക് എത്തണമെന്നുമാണ് SI അറിയിച്ചത്. പറഞ്ഞതനുസരിച്ച് രാമകൃഷ്ണൻ സ്റ്റേഷനിലേക്ക് എത്തുകയും പോലീസുകാർക്കൊപ്പം മെഡിക്കൽ കോളേജിലേക്ക് പുറപ്പെടുകയും ചെയ്തു. മോർച്ചറിയുടെ വാതിൽക്കലെത്തിയ നിമിഷത്തിൽ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ രാമകൃഷ്ണൻ പൊട്ടിക്കരഞ്ഞു തുടങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. മോർച്ചറിക്കുള്ളിലേക്ക് കയറി മൃതദേഹം തിരിച്ചറിയുന്ന നിമിഷത്തിൽ തന്നെ രാമകൃഷ്ണന് ഒരു കാര്യം വ്യക്തമായി. അത് മീനാക്ഷി ടീച്ചർ അല്ല. അയാൾ അക്കാര്യം പോലീസുകാരെ അറിയിക്കുകയും ചെയ്തു. പോകെ പോകെ രാമകൃഷ്ണന് ഒരു കാര്യം വ്യക്തമായി. അജ്ഞാത മൃതദേഹങ്ങൾ കണ്ടെത്തുമ്പോൾ മാത്രമാണ് പോലീസുകാർ രാമകൃഷ്ണനെ വിളിച്ച് ബോഡി തിരിച്ചറിയുന്നതിന് വേണ്ടി എത്തണമെന്ന് പറയുന്നത്. അല്ലാതെ പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ അന്വേഷണമൊന്നും ഉണ്ടാകുന്നില്ല എന്നുള്ള കാര്യം രാമകൃഷ്ണന് വ്യക്തമായി. മീനാക്ഷി ടീച്ചറുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സ്കൂളിൽ നിന്നും പല മേഖലകളിലേക്ക് പരാതികൾ നൽകിയിട്ടുണ്ട്. എന്നിട്ടും അന്വേഷണം എങ്ങും എത്താത്ത സാഹചര്യത്തിൽ രാമകൃഷ്ണൻ തനിക്ക് പരിചയമുള്ള ഒരു അഡ്വക്കേറ്റിനെ കാണുകയും ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു. രാമകൃഷ്ണന്റെ ആ ഇടപെടൽ ഫലം കണ്ടു. ഹൈക്കോടതി കേസ് അന്വേഷണം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് മാറ്റി നൽകി. ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഒരു ടീച്ചറെയാണ് കാണാതെയായിട്ടുള്ളത്. കേസന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി ലോക്കൽ പോലീസിനോട് കോടതിയിലേക്ക് ഹാജരാക്കാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ട സാഹചര്യത്തിൽ കേസന്വേഷണം പൂർത്തിയാക്കിയ ഫയൽ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടു. ആ ഫയൽ വിശദമായി പരിശോധിച്ച കോടതി ഞെട്ടിപ്പോയി. കാര്യമായ ഒരു അന്വേഷണവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവിടെ ചില കാട്ടിക്കൂട്ടലുകൾ നടത്തിയിട്ടുണ്ടെന്നല്ലാതെ അന്വേഷണമേ നടന്നിട്ടില്ല എന്നുള്ളതാണ് ചുരുക്കം. സർക്കാരിന്റെ നിർണായക ഇടപെടലിൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് സംഘം ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ച് സംഘം മീനാക്ഷി ടീച്ചറുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അതുവരെ കളക്ട് ചെയ്തിട്ടുള്ള എല്ലാ വിവരങ്ങളും വിശദമായി തന്നെ പഠിച്ചു. വളരെ നിരുത്തരവാദപരമായ ഒരു കേസന്വേഷണമാണ് നടന്നിരിക്കുന്നതെന്ന് ക്രൈംബ്രാഞ്ചിന് വ്യക്തമായി. മീനാക്ഷി ടീച്ചറുടെ സ്കൂളിൽ നിന്നുള്ള അന്നത്തെ യാത്ര ക്രൈംബ്രാഞ്ച് സംഘം ഒന്നുകൂടി റീക്രിയേറ്റ് ചെയ്തു നോക്കി. സ്കൂളിൽ നിന്നിറങ്ങിയ ടീച്ചർ ലെവൽ ക്രോസ് വരെ എത്തിയിട്ടുണ്ട്. അവിടെയുള്ള കടക്കാർ ടീച്ചറിനെ കണ്ടിട്ടുമുണ്ട്. ലെവൽ ക്രോസിന് ശേഷം വീട്ടിലേക്ക് എത്തുന്ന ദൂരത്തിനിടയിലുള്ള ഭാഗത്ത് വെച്ചാണ് ടീച്ചർ മിസ്സായിരിക്കുന്നത്. ടീച്ചറെ കുറിച്ച് സ്കൂളിൽ ഒരു അന്വേഷണം നടത്തിയപ്പോൾ കൂടെയുള്ള സഹപ്രവർത്തകർ ചില കാര്യങ്ങളൊക്കെ
പോലീസുകാരോട് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ എല്ലായ്പ്പോഴും ആഭരണങ്ങൾ ധരിക്കുന്നതിൽ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. നല്ല ഭംഗിയുള്ള വളകളും കമ്മലും മാലയും മോതിരവുമൊക്കെ അണിഞ്ഞു മാത്രമേ ടീച്ചർ സ്കൂളിലേക്ക് വരാറുള്ളൂ. എല്ലാ ദിവസവും ടീച്ചർ കൈവശമുള്ള ആഭരണങ്ങളൊക്കെ വസ്ത്രത്തിന് അനുയോജ്യമായി മാറി മാറി ഇട്ടുകൊണ്ടുവരിക പതിവായിരുന്നു. ധാരാളം സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചാണ് ടീച്ചർ സ്കൂളിലേക്ക് വരികയും പോവുകയും ചെയ്യുന്നതെന്ന് പോലീസിന് വ്യക്തമായി. ടീച്ചർ ആഭരണങ്ങളൊക്കെ ധരിക്കാറുണ്ടെന്നുള്ള കാര്യം സമീപത്തുള്ള കടക്കാരും ടീച്ചറിന്റെ ഭർത്താവുമൊക്കെ പോലീസിന് മൊഴി നൽകി. മോഷണ ശ്രമമാണോ ടീച്ചറുടെ തിരോധാനത്തിന് പിന്നിലെന്ന് പോലീസിന് സംശയം തോന്നി. ക്രൈംബ്രാഞ്ച് സംഘം ലെവൽ ക്രോസ് മുതൽ ടീച്ചറിന്റെ വീട് വരെയുള്ള സ്ഥലത്ത് വിശദമായ പരിശോധന തന്നെ നടത്തി. സമീപത്തുള്ള കിണറുകളിലും തോടുകളിലും വിശദമായ തിരച്ചിൽ തന്നെ നടത്തി. കാണാതായിരിക്കുന്നത് ടീച്ചറിനൊപ്പം ടീച്ചറുടെ വാഹനം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാതാളക്കരണ്ടി ഉപയോഗിച്ചുള്ള ഒരു തിരച്ചിൽ കൂടിയാണ് ക്രൈംബ്രാഞ്ച് സംഘം നടത്തിയത്. ടീച്ചറിനൊപ്പം വാഹനം കൂടി മിസ്സായതിലാണ് പോലീസിന് കൂടുതൽ ദുരൂഹത തോന്നിയത്. വാഹനത്തോടുകൂടി ഒരാളെ എങ്ങനെ തട്ടിക്കൊണ്ടു പോകുമെന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. പ്രദേശമാകെ അരിച്ചു പറക്കിയിട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞില്ല. പ്രദേശത്തുള്ള തോടുകളും കുളങ്ങളും ഒക്കെ അരിച്ചു പറക്കിയ സമയത്തായിരുന്നു വാഴത്തോപ്പുകളും അതിനോട് ചേർന്നുള്ള കാട് പിടിച്ച പ്രദേശവും പോലീസ് സംഘത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ആ വിജനമായ സ്ഥലത്തുകൂടി 5-6 മിനിറ്റ് കൂടി വാഹനം ഓടിച്ചെങ്കിൽ മാത്രമേ വീട്ടിലേക്ക് എത്തുകയുള്ളൂ. റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള കാട് പിടിച്ച പ്രദേശവും പോലീസ് സംഘം വിശദമായ തിരച്ചിലിന് വിധേയമാക്കി. സമീപത്തുള്ള ജലാശയങ്ങളിൽ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുള്ള തിരച്ചിലും നടത്തി. എന്നിട്ടും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കഴിഞ്ഞില്ല. മീനാക്ഷി ടീച്ചറെ കണ്ടെത്തി ജീവനോടെയോ അല്ലാതെയോ എത്രയും വേഗം കോടതിയിൽ വിവരം നൽകണമെന്നുള്ള ഉത്തരവാണ് കോടതി സർക്കാരിന് നൽകിയിരിക്കുന്നത്. ക്രൈംബ്രാഞ്ച് സംഘം എത്ര തിരച്ചിൽ നടത്തിയിട്ടും മീനാക്ഷി ടീച്ചറെയോ അവരുടെ വാഹനമോ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയപ്പോഴായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് അപ്രതീക്ഷിതമായി ഒരു ഫോൺ കോൾ എത്തിയത്. ആ ഫോൺ കോളിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘവും നാട്ടുകാരും നേരത്തെ പോലീസ് സംഘം തിരച്ചിൽ നടത്തിയ ലെവൽ ക്രോസിന് സമീപമുള്ള വാഴത്തോപ്പിന് സമീപത്തേക്കാണ് ഓടിയെത്തിയത്. വാഴത്തോപ്പിന് സമീപം കൃഷിക്കാർ പുതിയ വാഴകൾ നടുന്നതിന് വേണ്ടി വാരമെടുക്കുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു അസ്ഥികൂടം കൃഷിക്കാർക്ക് ലഭിച്ചത്. ആ വിവരമാണ് അവർ സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചത്. പോലീസ് നിർദ്ദേശം നൽകിയതിനെ തുടർന്ന് ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്തേക്ക് എത്തി. ഫോറൻസിക് സംഘം വിശദമായ പരിശോധന നടത്തിയപ്പോഴാണ് ആ അസ്ഥികൂടത്തിന് സമീപത്ത് നിന്നും മറ്റു ചില കാര്യങ്ങൾ കൂടി ലഭിച്ചത്. ഒരു സിൽക്ക് സാരിയാണ് ഫോറൻസിക് സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. പച്ച നിറത്തിലുള്ള ഒരു സിൽക്ക് സാരി ഏകദേശം പൊടിഞ്ഞു തുടങ്ങിയ അവസ്ഥയിൽ ആ ചെളിക്കുള്ളിൽ നിന്നും കണ്ടെത്തി. അസ്ഥികൂടത്തിന്റെ കാലിൽ ഒരു വെള്ളിക്കൊലുസും കയ്യിൽ ഒരു വെള്ളിയുടെ ബ്രേസ്ലെറ്റുമുണ്ട്. വിരലിൽ ഒരു വെള്ളി മോതിരവും ധരിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയുടെ എല്ലിൻകൂടാണ് അവിടെ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അവരുടെ കൃത്യമായ പ്രായം വിദഗ്ധമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ എങ്കിലും അവരുടെ മരണം സംഭവിച്ച സമയത്ത് ഏകദേശം 30 വയസ്സിൽ കൂടുതൽ പ്രായമുണ്ടാകാനാണ് സാധ്യതയെന്നും ഫോറൻസിക് സംഘം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചു. കാണാതായിരിക്കുന്ന മീനാക്ഷി ടീച്ചർക്കും ഏകദേശം 30 വയസ്സിന് മുകളിലാണ് പ്രായമുള്ളത്. സംശയം തോന്നിയ ക്രൈംബ്രാഞ്ച് സംഘത്തിലെ തലവൻ ഉടൻ തന്നെ മീനാക്ഷി ടീച്ചറുടെ ഭർത്താവ് രാമകൃഷ്ണനെ ആ സ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി. രാമകൃഷ്ണൻ ഇപ്പോൾ വീട്ടിൽ തന്നെ ഒറ്റയിരിപ്പാണ്. അയാളുടെ ഭാര്യയെ കാണാതെയായിട്ട് ഏകദേശം 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. ടീച്ചറെക്കുറിച്ച് ആലോചിച്ച് രാമകൃഷ്ണൻ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയത്താണ് പോലീസ് സംഘം അയാളെ ആ വാഴത്തോപ്പിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തിയത്. അസ്ഥികൂടത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയ രാമകൃഷ്ണൻ ആ സമയത്തായിരുന്നു അസ്ഥികൂടത്തിന് സമീപം കിടക്കുന്ന പച്ച പട്ടുസാരി ശ്രദ്ധിക്കുന്നത്. ആ പട്ടുസാരി കണ്ട നിമിഷത്തിൽ തന്നെ രാമകൃഷ്ണൻ അലമുറയിട്ട് കരഞ്ഞു തുടങ്ങി. മീനാക്ഷി ടീച്ചറെ കാണാതാകുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപായിരുന്നു ടീച്ചറുടെ പിറന്നാൾ. ആ സമയത്ത് പച്ച നിറത്തിലുള്ള പട്ടുസാരിയായിരുന്നു രാമകൃഷ്ണൻ വാങ്ങി നൽകിയത്. ആ സാരിയാണ് ഇപ്പോൾ ആ വാഴത്തോട്ടത്തിൽ കിടക്കുന്നത്. മീനാക്ഷി ടീച്ചറുടെ ബാക്കിയുള്ള ആഭരണങ്ങളൊന്നും തന്നെ കാണാനില്ല. മീനാക്ഷി ടീച്ചറുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളൊന്നും തന്നെ കാണുവാനില്ല. ആ പച്ച പട്ടുസാരിക്ക് പുറമെ അവർ ധരിച്ചിരുന്ന വസ്ത്രങ്ങളൊന്നും തന്നെ അവിടെ നിന്നും കണ്ടെത്താനായിട്ടില്ല. അസ്ഥികൂടത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്താണ് ടീച്ചറുടെ സാരി കിടന്നിരുന്നത്. അതിൽ നിന്നും ഒരു കാര്യം പോലീസിന് വ്യക്തമായി. ടീച്ചറുടെ ശരീരത്തിൽ നിന്നും വസ്ത്രങ്ങൾ അഴിച്ചെടുക്കപ്പെട്ടിട്ടുണ്ട്. ആ വിജനമായ സ്ഥലത്ത് വെച്ച് ടീച്ചറെ ആരെങ്കിലും കീഴ്പ്പെടുത്തിയതാകുമോ എന്ന് പോലും പോലീസ് സംശയിച്ചു. സാരി ലഭിച്ചെങ്കിൽ പോലും ടീച്ചർ തന്നെയാണോ മരണപ്പെട്ടിരിക്കുന്നത് എന്ന് ഉറപ്പാക്കണമെങ്കിൽ DNA പരിശോധനാ ഫലം കൂടി പുറത്തുവരണം. ടീച്ചറുടെ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ അവരെ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിച്ച് DNA ശേഖരിക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ അസ്ഥികൂടത്തിന്റെ DNA എടുക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു. ലഭിച്ചിരിക്കുന്നത് അസ്ഥികൂടമായതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർമാർക്കും മരണം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ അസ്ഥികളിൽ ബലപ്രയോഗം നടന്നിട്ടുണ്ട്. അസ്ഥികൂടത്തിന്റെ കാലുകൾ രണ്ടും വലിച്ചു വിടർത്തി വെച്ച നിലയിലായിരുന്നു. ടീച്ചർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഡോക്ടർമാർക്ക് പോലും സംശയം തോന്നി. എങ്കിൽ പോലും ആ എല്ലും കൂടത്തിൽ നോക്കി കാര്യങ്ങൾ വിശദമായി പറയാൻ ഡോക്ടർമാർക്ക് പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. കാലുകൾ വലിച്ചു വിടർത്തിയതിന്റെ ഭാഗമായി എല്ലുകൾക്ക് ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർമാർ തങ്ങളുടെ സംശയം ക്രൈംബ്രാഞ്ചിനെ അറിയിച്ചത്. DNA പരിശോധനാ ഫലം പുറത്തു വന്നതോടുകൂടി കൊല്ലപ്പെട്ടിരിക്കുന്നത് മീനാക്ഷി ടീച്ചറാണെന്ന് ഉറപ്പായി. അത് മാത്രവുമല്ല, ആ വ്യക്തിയുടെ മരണം സംഭവിച്ചിട്ട് ഇപ്പോൾ 1.5 വർഷം പിന്നിട്ടിരിക്കുകയാണ്. അതിനർത്ഥം മീനാക്ഷി ടീച്ചറെ കാണാതായ ആ സമയത്ത് തന്നെ അവരുടെ കൊലപാതകവും സംഭവിച്ചു എന്നുള്ളതാണ്. ഇനിയാണ് നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കേണ്ടത്.
ടീച്ചറുടെ മൃതദേഹം ലഭിച്ച സാഹചര്യത്തിൽ ടീച്ചർ ഓടിച്ചുകൊണ്ടുപോയ ആ സ്കൂട്ടർ എവിടെ പോയി? ഇതിനിടയിൽ നാട്ടുകാർ തന്നെ ആ വാഴത്തോപ്പ് മുഴുവൻ അരിച്ചു പറക്കി നോക്കി. അപ്പോഴാണ് വാഴത്തോട്ടത്തിന് സമീപമുള്ള ഒരു പൊട്ടക്കിണർ നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പൊട്ടക്കിണറ്റിലേക്ക് പോലീസുകാരുടെ സഹായത്തോടുകൂടി പാതാളക്കരണ്ടി ഇറക്കി ഒരു തിരച്ചിൽ നടത്തിയപ്പോഴായിരുന്നു പാതാളക്കരണ്ടി ഒരു ലോഹഭാഗത്തിൽ സ്പർശിച്ചത്. ആ കിണറിനുള്ളിൽ നിന്നും പാതാളക്കരണ്ടി ഒരു സാധനം പുറത്തേക്ക് വലിച്ചിട്ടു. നാട്ടുകാരൊക്കെ ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയി. ടീച്ചർ ഉപയോഗിച്ചിരുന്ന അതേ സ്കൂട്ടർ തന്നെയാണ് പൊട്ടക്കിണറ്റിൽ നിന്നും ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ടീച്ചറെ കൊലപ്പെടുത്തിയ വ്യക്തി അല്ലെങ്കിൽ വ്യക്തികൾ ടീച്ചറുടെ സ്കൂട്ടർ ആ പൊട്ടക്കിണറ്റിലേക്ക് ആരുമറിയാതെ തള്ളിയിട്ടിരിക്കുകയാണെന്ന് നാട്ടുകാർക്കും പോലീസിനും ഒരുപോലെ വ്യക്തമായി. ഒരാൾക്ക് ഒറ്റയ്ക്ക് ടീച്ചറെ കൊലപ്പെടുത്തിയ ശേഷം സ്കൂട്ടർ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി തള്ളാൻ കഴിയുമോ എന്നുള്ളതായിരുന്നു പോലീസിന്റെ സംശയം. കൊലപാതകത്തിന് പിന്നിലുള്ള വ്യക്തികളെ എങ്ങനെ കണ്ടെത്തുമെന്നോർത്ത് പോലീസ് സംഘം ആകെ വലഞ്ഞു. ടീച്ചർ 7 പവനിലധികം തൂക്കം വരുന്ന മാലയാണ് സാധാരണയായി ധരിക്കാറുള്ളത്. ഇരു കൈകളിലുമായി 8 പവനോളം തൂക്കം വരുന്ന വളകളും ഉണ്ടാകും. ചില ദിവസങ്ങളിലൊക്കെ 4 പവൻ തൂക്കം വരുന്ന വലിയ വള ധരിച്ചുകൊണ്ട് ടീച്ചർ വരാറുണ്ടെന്നും സഹപ്രവർത്തകർ പോലീസിന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 15 പവനോളം തൂക്കം വരുന്ന ആഭരണങ്ങൾ ടീച്ചറിന്റെ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അപരിചിതരാണ് സംഭവത്തിന് പിന്നിലെങ്കിൽ അവർ കൊലപാതകം നടത്തി സ്വർണ്ണാഭരണവുമായി നാടുവിട്ടു പോയിട്ടുണ്ടാകാനാണ് സാധ്യതയെന്ന് പോലീസ് വിലയിരുത്തി. ഇനിയൊരു പക്ഷേ ആ പ്രദേശത്ത് തന്നെയുള്ള ആളുകളാണെങ്കിൽ ഇത്രയും സ്വർണം ഒരുമിച്ച് ലഭിച്ചാൽ അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം തന്നെ വരുത്തിയേക്കാം. സാധാരണക്കാരായ ആളുകളാണെങ്കിൽ ഇത്രയധികം സ്വർണമൊക്കെ വിറ്റ് ഒരൽപ്പം പണക്കാരാകാനും സാധ്യതയുണ്ടെന്ന് പോലീസ് വിലയിരുത്തി. അത്തരത്തിൽ ആരെങ്കിലും പെട്ടെന്ന് ധനികരായി മാറിയിട്ടുണ്ടോ എന്ന് പോലീസ് സംഘം വിശദമായൊരു അന്വേഷണം നടത്തി. പോലീസിന്റെ ആ അന്വേഷണത്തിന് ഫലവും ഉണ്ടായി. ആ പ്രദേശത്ത് തന്നെയുള്ള ജോലിക്കൊന്നും പോകാൻ അധികം താല്പര്യമില്ലാത്ത ഷൺമുഖൻ എന്നൊരു വ്യക്തിയെ പോലീസ് സംഘം കണ്ടെത്തി. നേരത്തെ ജോലിക്കൊന്നും പോകാതെ ഇരുന്ന ഷൺമുഖൻ ഇപ്പോൾ ജോലിക്ക് പോയി ധാരാളം സമ്പാദിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അയാൾ പുതിയ വാഹനം വാങ്ങുകയും വീടൊക്കെ ഒന്ന് നന്നാക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ഭാര്യയ്ക്ക് 1.5 പവനോളം തൂക്കം വരുന്ന മാലയും വാങ്ങി നൽകിയിട്ടുണ്ട്. എല്ലാം ഈ 1.5 വർഷം കൊണ്ട് സംഭവിച്ചതാണ്. ഒരു പണിക്കും പോകാതെ ഇരുന്ന ഷൺമുഖൻ അത്രയധികം വേഗത്തിൽ എങ്ങനെയാണ് ജോലിക്ക് പോയി ഇത്രയധികം സമ്പാദിച്ചതെന്ന് നാട്ടുകാർക്ക് നേരത്തെ തന്നെ സംശയമുണ്ടായിരുന്നു. അവരാ കാര്യങ്ങളൊക്കെ പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. പോലീസുകാർക്കും അത് കേട്ടപ്പോൾ ചില സംശയങ്ങൾ തോന്നി. പോലീസ് സംഘം അങ്ങനെ നാട്ടുകാരുടെ സഹായത്തോടുകൂടി ഷൺമുഖത്തിന്റെ വീട് അന്വേഷിച്ച് അവിടെ എത്തി. അവിടെ എത്തിയ സമയത്ത് അയാളുടെ ഭാര്യ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഷൺമുഖൻ ജോലിക്ക് പോയി എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. അയാൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന സാഹചര്യത്തിൽ സ്റ്റേഷനിലെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം SI ഉൾപ്പെടുന്ന സംഘം അവിടെ നിന്ന് മടങ്ങിപ്പോയി. തൊട്ടടുത്ത ദിവസവും ഷൺമുഖം പോലീസ് സ്റ്റേഷനിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ നിർദ്ദേശമനുസരിച്ച് SI ഉൾപ്പെടുന്ന സംഘം ഷൺമുഖത്തിന്റെ വീട്ടിലെത്തി അന്വേഷിച്ചെങ്കിലും അയാൾ ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടില്ല എന്നുള്ള മറുപടിയായിരുന്നു ഭാര്യയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. 3-4 ദിവസമായിട്ടും ഷൺമുഖം പോലീസ് സ്റ്റേഷനിലേക്ക് വരാതെയായപ്പോൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് സംശയം തോന്നി. യഥാർത്ഥത്തിൽ അവർക്ക് ഷൺമുഖത്തിന് സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ എങ്ങനെയാണ് അത്രയും വേഗത്തിൽ പണമുണ്ടാക്കി വീടൊക്കെ ശരിയാക്കി എടുത്തതെന്നും വാഹനം വാങ്ങിയതെന്നും പോലീസുകാർക്ക് ഒന്നറിയണമായിരുന്നു. അത് ചോദിക്കുന്നതിന് വേണ്ടി മാത്രമായിരുന്നു ഷൺമുഖത്തോട് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞത്. എന്നാൽ അയാൾ ഇത്രയും ദിവസമായിട്ടും സ്റ്റേഷനിൽ എത്താത്ത സാഹചര്യത്തിലാണ് പോലീസുകാർക്ക് സംശയം തോന്നിയത്. അയാൾ പോലീസിൽ നിന്ന് മുങ്ങി നടക്കുകയാണോ എന്ന് സംശയം തോന്നിയ പോലീസ് സംഘം ഉടൻ തന്നെ അക്കാര്യം ക്രൈംബ്രാഞ്ചിനെ അറിയിക്കുകയും ഷൺമുഖത്തിനെ അതിവേഗം പിടികൂടാൻ ക്രൈംബ്രാഞ്ച് സംഘം ഉത്തരവിടുകയും ചെയ്തു. 2 ദിവസത്തെ തിരച്ചിലിനൊടുവിൽ പോലീസ് സംഘത്തിന്റെ പിടിയിൽ ഒടുവിൽ ഷൺമുഖം പെടുകയും ചെയ്തു. ഷൺമുഖത്തെ പോലീസ് സംഘം ക്രൈംബ്രാഞ്ചിന് മുൻപിൽ ഹാജരാക്കി ചോദ്യം ചെയ്യൽ ആരംഭിച്ചു. ഷൺമുഖത്തെക്കുറിച്ച് പല കാര്യങ്ങളും പോലീസ് സംഘം ചോദിച്ചു തുടങ്ങി. ഇതിനിടയിലായിരുന്നു ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ അപ്രതീക്ഷിതമായി ഒരു ചോദ്യം ഷൺമുഖത്തോട് ചോദിക്കുന്നത്. മീനാക്ഷി ടീച്ചറെ കൊലപ്പെടുത്തി അവരുടെ ആഭരണങ്ങൾ എടുത്ത ശേഷം അതിൽ നിന്നും ആഭരണം ഉണ്ടാക്കി ഭാര്യയ്ക്ക് കൊടുത്തപ്പോൾ പോലീസ് സംഘം നിന്നെ പിടികൂടില്ല എന്ന് നീ ഉറച്ചു വിശ്വസിച്ചിരുന്നോ എന്നാണ് ക്രൈംബ്രാഞ്ച് മേധാവി അപ്രതീക്ഷിതമായി ഷൺമുഖത്തോട് ചോദിച്ചത്. അപ്രതീക്ഷിതമായി മീനാക്ഷി ടീച്ചറുടെ ആഭരണങ്ങൾ താൻ ഭാര്യയ്ക്ക് കൊടുത്ത കാര്യം പോലീസുകാരെങ്ങനെ അറിഞ്ഞു എന്നോർത്ത് ഷൺമുഖത്തിന്റെ മുഖമൊന്ന് വിളറി വെളുത്തു. തനിക്കൊന്നും അറിയില്ല എന്ന് ഷൺമുഖം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും പോലീസുകാരുടെ കർക്കശമായ ചോദ്യം ചെയ്യലുകൾക്ക് മുൻപിൽ ഷൺമുഖത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ അയാൾ പല കഥകളും പറഞ്ഞു തുടങ്ങി. ജോലിക്കൊന്നും പോകാതെ റോഡിന്റെ വശങ്ങളിലും വാഴത്തോപ്പിലുമൊക്കെ നിലയുറപ്പിക്കാറുണ്ടായിരുന്ന ഷൺമുഖം പതിവായി ഒരു കാഴ്ച കാണാറുണ്ടായിരുന്നു. ധാരാളം ആഭരണങ്ങളൊക്കെ ധരിച്ച് നന്നായി ഒരുങ്ങി രാവിലെ സ്കൂട്ടറിൽ സ്കൂളിലേക്ക് പോവുകയും തിരികെ പോവുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്ന മീനാക്ഷി ടീച്ചറെ സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴുമൊക്കെ ടീച്ചർ ധരിച്ചിരുന്ന ആഭരണങ്ങളൊക്കെ ഷൺമുഖം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. എങ്ങനെ പോയാലും ഒരു 15 പവനിൽ കൂടുതലുള്ള ആഭരണങ്ങൾ ടീച്ചർ ധരിക്കാറുണ്ടെന്ന് അയാൾക്ക് വ്യക്തമായി. സ്വർണത്തിന്റെ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിലാണ് ഇത്രയും സ്വർണം ധരിച്ചുകൊണ്ട് ടീച്ചർ സ്കൂളിലേക്ക് പോവുകയും വരികയും ഒക്കെ ചെയ്യുന്നത്. ആ സ്വർണം സ്ഥിരമായി കണ്ട് അതൊന്ന് സ്വന്തമാക്കണമെന്നുള്ള മോഹം ഷൺമുഖത്തിന് തോന്നി. പക്ഷേ സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ ശരീരത്തിലുള്ള സ്വർണ്ണാഭരണങ്ങൾ എങ്ങനെ തട്ടിയെടുക്കുമെന്നുള്ളതായിരുന്നു പിന്നീട് ഷൺമുഖത്തിന്റെ ഒരേ ഒരു ചിന്ത. വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല.
പിന്നീട് ഏക വഴി ലെവൽ ക്രോസിന് ശേഷം ടീച്ചറിന്റെ വീടെത്തുന്നതിന് മുൻപുള്ള ആ വിജനമായ പ്രദേശമാണ്. അവിടെ വെച്ച് വാഹനം തടഞ്ഞ് ടീച്ചറിന്റെ ശരീരത്തിലുള്ള ആഭരണങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തി തട്ടിയെടുക്കാമെന്ന് തന്നെ ഷൺമുഖം തീരുമാനിച്ചു. തന്നെ ടീച്ചർ തിരിച്ചറിയാതിരിക്കുന്നതിനായി ഒരു മുഖംമൂടി ധരിക്കാമെന്നും അയാൾ തീരുമാനിച്ചു. പക്ഷെ ആ സമയത്താണ് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് അത്തരത്തിലൊരു കാര്യം നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഷൺമുഖത്തിന് തോന്നിയത്. അങ്ങനെയാണ് ഷൺമുഖം തന്റെ മനസ്സിലുള്ള ഐഡിയ തന്റെ സുഹൃത്തായ കുമാർ എന്ന വ്യക്തിയോട് തുറന്നു പറയുന്നത്. ഷൺമുഖത്തെ പോലെ തന്നെ ജോലിക്കൊന്നും പോകാതെ കറങ്ങിത്തിരിഞ്ഞു നടക്കുന്ന ഒരു വ്യക്തിയാണ് കുമാർ. ജോലിക്കൊന്നും പോകാതെ കറങ്ങിത്തിരിഞ്ഞു നടക്കുന്ന ഷൺമുഖവും കുമാറും ഒക്കെ ആരുടെയെങ്കിലുമൊക്കെ വാഴത്തോപ്പിൽ കയറി വാഴക്കുലകൾ മോഷ്ടിച്ചുകൊണ്ട് ദൂരെ ഏതെങ്കിലും ചന്തയിൽ കൊണ്ടുപോയി വിറ്റ് കാശാക്കുന്നത് പതിവാണ്. സ്ഥിരമായി ഒരു തോട്ടത്തിൽ നിന്നും വാഴക്കുല മോഷ്ടിക്കുന്നത് അവരുടെ രീതിയല്ല. പല സ്ഥലങ്ങളിലുമുള്ള വാഴത്തോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് അവർ മോഷണം നടത്താറുള്ളത്. ചെറിയ ചെറിയ മോഷണങ്ങൾ മാത്രം നടത്തിയാൽ ജീവിതം മുൻപോട്ട് പോകില്ല എന്നും അതിനായി മീനാക്ഷി ടീച്ചറുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാമെന്നുമായിരുന്നു ഷൺമുഖം കുമാറിനോട് പറഞ്ഞത്. മീനാക്ഷി ടീച്ചറെ കുറിച്ച് കേട്ടപ്പോൾ തന്നെ കുമാറിന് അതിശയം തോന്നി. കാരണം അതേ മീനാക്ഷി ടീച്ചറെ പലപ്പോഴും റോഡിൽ വെച്ച് താൻ കാണാറുണ്ട്. ടീച്ചർ കടന്നു പോകുമ്പോൾ ആ കാഴ്ച നോക്കി കുമാർ നിൽക്കാറുമുണ്ട്. താൻ മനസ്സുകൊണ്ട് ഒത്തിരിയേറെ ആഗ്രഹിക്കുന്ന മീനാക്ഷി ടീച്ചറുടെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഉറ്റ സുഹൃത്ത് തന്നോട് പറയുന്നതെന്ന് കുമാറിന് വ്യക്തമായി. മീനാക്ഷി ടീച്ചറുടെ ആഭരണങ്ങൾ മോഷ്ടിക്കണമെങ്കിൽ അവരെ ഉറപ്പായും വഴിയിൽ പിടിച്ചു നിർത്തേണ്ടി വരും. അക്കാര്യം ആലോചിച്ചപ്പോൾ തന്നെ കുമാറിന് ത്രില്ലായി. മീനാക്ഷി ടീച്ചറുടെ ദിനചര്യകൾ ഒന്നുകൂടി കൃത്യമായി പഠിക്കാൻ ഇരുവരും തീരുമാനിച്ചു. കൃത്യമായി അവർ സ്കൂളിൽ നിന്ന് മടങ്ങിപ്പോകുന്ന സമയമൊക്കെ ഇരുവരും നോട്ട് ചെയ്യുകയും ചെയ്തു. മീനാക്ഷി ടീച്ചറെ അപകടപ്പെടുത്താൻ പറ്റിയ സ്ഥലം വാഴത്തോപ്പിന് സമീപമുള്ള ആ കാട് തന്നെയാണെന്ന് അവർ ഉറപ്പിച്ചു. അങ്ങനെയാണ് ആ ദിവസം അവർ തിരഞ്ഞെടുത്തത്. അങ്ങനെ ആ വൈകുന്നേരം ഇരുവരും മീനാക്ഷി ടീച്ചറിന്റെ വരവും കാത്ത് വാഴത്തോപ്പിന് സമീപം നിൽക്കുകയായിരുന്നു. ഷൺമുഖത്തിന്റെ കയ്യിൽ നീളമുള്ള ഒരു വടിയുണ്ട്. അയാൾ അത് ചീകി മിനുക്കിക്കൊണ്ട് ആ വഴിയോരത്ത് നിൽക്കുകയാണ്. മീനാക്ഷി ടീച്ചറുടെ വാഹനം അവിടെ എത്തിയ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി ഷൺമുഖം തന്റെ കൈവശമുണ്ടായിരുന്ന വടി അതിവേഗതയിൽ മീനാക്ഷി ടീച്ചറുടെ വാഹനത്തിന്റെ ടയറിന്റെ വീലിനിടയിലേക്ക് കയറ്റിയത്. നിമിഷ നേരം കൊണ്ട് വാഹനത്തിന്റെ ബാലൻസ് പോവുകയും മീനാക്ഷി ടീച്ചർ അവിടെ വീഴുകയും ചെയ്തു. എല്ലാ കാര്യവും ഒരു നിമിഷം കൊണ്ടാണ് സംഭവിച്ചത്. താഴെ വീണ മീനാക്ഷി ടീച്ചറെ ഷൺമുഖവും കുമാറും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുകയും അവർ ബഹളം വയ്ക്കാതിരിക്കുന്നതിനായി അവരുടെ സാരിയുടെ തന്നെ മുന്താണി ഉപയോഗിച്ച് മീനാക്ഷി ടീച്ചറുടെ വായെ പൊത്തിപ്പിടിക്കുകയും അവരെ കാടിനുള്ളിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ചെയ്തു. കൂട്ടത്തിൽ അവരുടെ സ്കൂട്ടറും അവിടെ നിന്നും കാടിനുള്ളിലേക്ക് കൊണ്ടുപോയി. മൂക്കും വായയും കൂടി പൊത്തിപ്പിടിച്ചതിനാൽ ഇടയ്ക്ക് മീനാക്ഷി ടീച്ചറുടെ ബോധം മറയുകയും ചെയ്തു. വാഴത്തോപ്പിനുള്ളിലേക്ക് കൊണ്ടുപോയ ടീച്ചറുടെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളൊക്കെ ഷൺമുഖം അഴിച്ചെടുത്തു. ശേഷം അവരെ അവിടെ ഉപേക്ഷിക്കാനായിരുന്നു ഷൺമുഖത്തിന്റെ തീരുമാനം. എന്നാൽ ആ നിമിഷത്തിലായിരുന്നു കുമാർ തന്റെ ആഗ്രഹം ഷൺമുഖത്തെ അറിയിച്ചത്. കുമാർ അതിവേഗത്തിൽ തന്നെ ടീച്ചറുടെ വസ്ത്രങ്ങളൊക്കെ അഴിച്ചെടുക്കുകയും അവരെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. ആ കാഴ്ച കണ്ടുകൊണ്ട് നിന്ന ഷൺമുഖവും ടീച്ചറെ പീഡനത്തിന് ഇരയാക്കി. ഇതിനിടയിൽ ബോധം വന്ന ടീച്ചർ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല. ഇരുവരെയും ടീച്ചർ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ആ സ്ത്രീയെ അവർ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ടീച്ചറിന്റെ ഡെഡ് ബോഡി എവിടെ ഒളിപ്പിക്കാമെന്ന് ആലോചിക്കുന്നതിനിടയിലായിരുന്നു കുമാറിന്റെ ശ്രദ്ധയിൽ ഒരു കാഴ്ചപ്പെട്ടത്. അവിടെ വാഴപ്പണയിൽ പണി നടക്കുകയാണ്. വാരമെടുക്കുന്നിടത്ത് വലിയൊരു കുഴി തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. ടീച്ചറുടെ മൃതദേഹം അവിടെ ഒളിപ്പിച്ചതിന് ശേഷം ശരീരത്തിലേക്ക് മണ്ണും ചെളിയുമൊക്കെ ഇട്ട് മൂടി അവിടെ ഉറപ്പിക്കാനായിരുന്നു ഇരുവരുടെയും തീരുമാനം. വാരത്തിന്റെ പണി നടക്കുന്നതുകൊണ്ട് തന്നെ അവിടെ ടീച്ചറുടെ മൃതദേഹം ഇട്ടതിന് ശേഷം ആ വാരം പൂർണ്ണമായും അവർ തന്നെ ചെളി കൊണ്ട് മൂടി. കുഴി മൂടുന്നതിന് മുൻപായി അവരുടെ വസ്ത്രത്തിന്റെ ഭാഗങ്ങളും ആ സാരിയുമൊക്കെ കുഴിയിലിടാൻ ഇരുവരും മറന്നതുമില്ല. അതിനുശേഷം അവർ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെ എത്തി ടീച്ചറിന്റെ സ്കൂട്ടറും അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയി ആ തോട്ടത്തിന് സമീപത്തുള്ള പൊട്ടക്കിണറ്റിലേക്ക് തള്ളുകയും ചെയ്തു. ഷൺമുഖവും കുമാറും ചേർന്ന് സ്വർണം വീതം വെച്ചെടുത്ത ശേഷം അവിടെ നിന്ന് കടന്നുപോയി. ആഭരണങ്ങൾ ഇരുവരും അവരവരുടെ വീടുകളിൽ കൊണ്ടുപോയി ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്ത് കുഴിച്ചിടുകയാണ് ചെയ്തത്. പിന്നീട് മീനാക്ഷി ടീച്ചറെ അന്വേഷിച്ച് പോലീസ് സംഘവും ക്രൈംബ്രാഞ്ച് സംഘവും ഒക്കെ വാഴത്തോട്ടത്തിന്റെ ഭാഗത്ത് തിരച്ചിൽ നടത്തിയപ്പോൾ നാട്ടുകാരുടെ കൂട്ടത്തിൽ സഹായത്തിനായി സംശയം തോന്നാത്ത രീതിയിൽ ഷൺമുഖവും കുമാറും ഉണ്ടായിരുന്നു. ഷൺമുഖത്തിന്റെ കുറ്റസമ്മത മൊഴി കേട്ട ഉടൻ തന്നെ പോലീസ് സംഘം കുമാറിനെയും കൈയോടെ പിടികൂടി. പ്രതികളുമായി പോലീസ് സംഘം സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. വാദപ്രതിവാദങ്ങൾക്കൊടുവിൽ ഇപ്പോൾ സെഷൻസ് കോർട്ട് ഷൺമുഖത്തിനും കുമാറിനും ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്വേഷണം അതിവേഗം പൂർത്തിയാക്കി പ്രതികളിലേക്ക് എത്തിയ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കോടതിയുടെ പ്രത്യേക പ്രശംസയും ലഭിച്ചു.